ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ക്രോഷറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്, ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പം എന്തൊക്കെ നമുക്ക് ക്രോഷേ ചെയ്യാൻ ആവശ്യമുണ്ട് എന്നുള്ളത് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഇത് നമുക്ക് ഓരോ ക്രോഷേ ചെയ്യുമ്പോഴും ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഇത്രയും പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്രോഷേ പ്രോജക്ട്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ക്രോഷേ ഹുക്സ്. ക്രോഷേ ഹുക്സ് പല സൈസിലാണ് വരുന്നത്. അപ്പം അതിൽ ഇങ്ങനത്തെ ടൈപ്പ് വരുന്നുണ്ട്. ഇത് ഹാഫ് ഫൈബറും ഹാഫ് സ്റ്റീലുമാണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി മെറ്റാലിക് ആയിട്ടുള്ളത് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ളത് ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആയിട്ട് വരുന്ന ഒരു ക്രോഷേ ഹുക്കാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ക്രോഷേ ഹുക്സ് പലതരത്തിലും അവൈലബിൾ ആണ്. ഇതിൽ ഇത്രയും ക്രോഷേ ഹുക്സ് നിങ്ങൾ കാണുന്നുണ്ട്. ഇത് പല സൈസ് ക്രോഷേ ഹുക്സ് ആണ്. ചെറിയ സൈസ് 2 മുതൽക്ക് 8 വരെയുള്ള ക്രോഷേ സെറ്റ്സ് ആണ് ഇത്. അതുപോലെ തന്നെയാണ് ഇതും. ഇതിൽ 2-3 എണ്ണമൊക്കെ മിസ്സിങ് ആണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ കാലം നമ്മൾ യൂസ് ചെയ്യുമ്പം ഇതിൽ നിന്ന് വിട്ടു പോരുന്ന ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ കസിൻസിന് ആർക്കോ കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെ ക്രോഷേ സെറ്റ്സ് ഇപ്പം ഇതിലൊക്കെ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇത് 3 mm ഈ എന്ന് ഇതിൽ കൊടുക്കുന്നത് ഇത് 5 ആണ്. ക്രോഷേ ഹുക്കിൻ്റെ സൈസ് 3 mm ആണ്. 3 mm നൂല് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രോഷേ ചെയ്യാൻ പറ്റുന്ന ഹുക്കാണ് ഇത്. ഞാനിതിൽ നൂല് കാണിച്ചു തരുമ്പം അതിൽ കാണിച്ചു തരാം ലേബൽ ചെയ്തിട്ടുള്ളത്. ഓരോ നൂലിനും ഓരോ ഹുക്കാണ് പറയുന്നത്. അപ്പം അതിനനുസരിച്ച് അതുപോലെ തന്നെ നമ്മൾ ഏത് ഹുക്കാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ പ്രോജക്റ്റിൻ്റെ വലുപ്പം ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഞാൻ മോസ്റ്റ്ലി ആദ്യം പഠിച്ച സമയത്ത് യൂസ് ചെയ്ത ക്രോഷേ ഹുക്സ് ആണ് ഇത്. എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷെ ഞാനിപ്പം കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യാറില്ല, ഇതിങ്ങനെ പൊട്ടിപ്പോരുന്നതുകൊണ്ട്. ഇതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ക്രോഷേ ഹുക്ക്. ഇതിൽ മെറ്റാലിക് ആയതുകൊണ്ട് തന്നെ കംഫർട്ടബിളും ആണ് ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് നല്ല സ്റ്റഡി ആയിട്ട് ഇത് കയ്യിൽ ഒതുങ്ങും. ഇത് 3.5-ൻ്റെതാണ്. നമ്മൾ സാധാരണയായിട്ട് ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പം ഇപ്പോൾ ഒരു അമിഗുറുമിയൊക്കെ, അതായത് ചെറിയ ടോയ്സ് പോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പം ഒരു കീ ചെയിൻ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3.5 ഒക്കെ മതി. ഇനി നമ്മൾ ലേസ്, കുട്ടികളുടെ ഡ്രസ്സിലുള്ള ലേസ് അങ്ങനത്തെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ഈ 2 mm മതി. അപ്പോൾ അത്രയും ചെറിയ നൂലുമായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇതും അതുപോലെ തന്നെ കുറച്ച് ചെറിയ സൈസിലുള്ള ഹുക്സാണ്. ഇനി ഇതിലുള്ളത് ഇത് മാർക്കേഴ്സാണ്. നമുക്ക് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം നമുക്ക് ഒരു സ്വെറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് കയ്യിൻ്റെ പോർഷൻ ആദ്യം നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ട് പിന്നെ ആ കയ്യിൻ്റെ പോർഷൻ നമ്മൾ തുന്നുമായിരിക്കും. അപ്പോൾ ആ കയ്യിൻ്റെ എവിടെയാണോ കൈ വരുന്നത് അത്രയും ഭാഗം നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ അവിടെ നമുക്ക് മാർക്കർ ഇട്ട് വെക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ മാർക്കേഴ്സാണ് ഇതൊക്കെ. പിന്നെ ഇതിൽ നമുക്ക് 0 മുതൽക്ക് ഇങ്ങനെ 1, 2 നമ്പർ ഇട്ടിട്ടുള്ള ഒരു കൗണ്ടറാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു 10 സ്റ്റിച്ച് ഒരുപോലെ ഒരു 10 സ്റ്റിച്ച് ചെയ്യാനുണ്ടെന്ന് വെക്കാം. അപ്പം നമുക്ക് യൂഷ്വലി നമുക്ക് 10 എണ്ണം ആയോ ഇല്ലേ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം നമ്മളിതിൽ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൗണ്ട് തെറ്റില്ല. അതിനാണ് ഇത്. അതിൻ്റെ 2 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് സിസേഴ്സാണ്. പല ടൈപ്പ് സിസേഴ്സാണ്. നല്ല ഷാർപ്പായിട്ടുള്ള സിസറായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നൂല് പെട്ടെന്ന് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡാമേജ് ആവാതെ കട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും.
പിന്നെ ഇത് ഒരു മെഷറിംഗ് ടേപ്പാണ്. നിർബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ട്. ഒരു സ്വെറ്റർ തുന്നാൻ, ഒരു ക്യാപ്പ് തുന്നിയെടുക്കാൻ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മെഷർമെൻറ്റ്സ് ആവശ്യം വരും. ഇത് സൂചിയാണ്. ഈ സൂചി വെച്ചിട്ടാണ് നമ്മൾ അമിഗുറുമിയിലൊക്കെ ചില സാധനങ്ങൾ നമ്മൾ തുന്നി പിടിപ്പിക്കും. അതുപോലെ തന്നെ ചില നൂലുകളൊക്കെ പുറത്തുള്ളത് നമ്മൾ തുന്നി ഉള്ളിലേക്കാക്കാനും ഒക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ക്രോഷ്യ മെറ്റീരിയൽസ്. ഇനി ഇതിൽ വൂൾസിൻ്റെ കാര്യം കുറച്ച് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു നൂലെടുക്കുന്ന സമയത്ത് ആ നൂല് നല്ല ക്വാളിറ്റി നൂലാണെങ്കിൽ മാത്രം അതിൽ ഇതുപോലെ ഒരു ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നു. ഇത് കണ്ടോ, ഇവിടെ 3 6.5 mm എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ കണ്ടോ 6.5 mm. അപ്പം ഇങ്ങനത്തെ ഒരു നീഡിൽ വെച്ചിട്ട് നമുക്കിത് തുന്നാമെന്നാണ് ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ സൈസ്, മീഡിയം സൈസ്, അങ്ങനെ പല സൈസായിട്ടാണ് വരുന്നത്. സാധാരണ ഓരോ സൈസിൻ്റെയും ഞാൻ പറഞ്ഞു തരാം. മീഡിയം സൈസ് 4 ഇങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നിറ്റിങ്ങും ഉണ്ട് ക്രോഷറ്റിങ്ങും ഉണ്ട്. രണ്ടിൻ്റെ ഹുക്കിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് അക്രിലിക് യാണാണ്. ഇതൊരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന യാണാണ്. കോട്ടൺ ടൈപ്പ് പോലെ തന്നെയാണ്, പക്ഷെ സെമി കോട്ടൺ ഒക്കെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇതൊരു പോളിസ്റ്റർ ടൈപ്പാണ്, കുറച്ചും കൂടിയും സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പാണ്. ഇത് കണ്ടോ, വലിയ യാണാണിത്. ഇതൊരു പോളിസ്റ്റർ ടൈപ്പാണ്. ഇതിൽ കുറച്ചും കൂടി ഇങ്ങനെ ഒരു ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു ഫീലൊക്കെ തരുന്ന ഒരു യാണാണ്. ഇതിൽ മൾട്ടി കളറിൽ പോളിസ്റ്ററിൽ വരുന്ന യാണാണ്. ഇതൊക്കെ വളരെ സോഫ്റ്റ് യാണാണ്. ഇനി ഇത് കണ്ടോ, ഇത് കോട്ടണിൽ വരുന്നതാണ്, കോട്ടൺ യാണാണ്. ഇത് നമ്മുടെ സാധാ നമ്മളെ ഒരു ലോക്കൽ യാണാണ്. ഇതിൽ തന്നെ ഇത് കുറച്ച് പരിപരപ്പുള്ളത്, ഇതിൽ സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ സാധാരണ ബട്ടൺ ഹൗസിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരുവിധം എല്ലാ സ്റ്റേഷനറി കടയിലും ഫാൻസി കടയിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യാണാണിത്. അപ്പം ഇങ്ങനത്തെ യാണ് വെച്ചിട്ടാണ് നമ്മൾ ക്രോഷറ്റിങ് പഠിക്കാൻ ഏറ്റവും നല്ലത്. കാരണം യൂസ് ചെയ്യാനും നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ഇതിന്മേൽ വർക്ക് ചെയ്യാൻ പറ്റും. പിടുത്തം കിട്ടും. ആദ്യം പിടുത്തം കിട്ടാനും അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഈസി ആക്കുന്ന ഒരു യാണാണ് ഇത്. അപ്പോൾ ഇങ്ങനത്തെയാണ് എല്ലാവരും കയ്യിൽ വെക്കുക. നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ സാധനങ്ങളും, ഹുക്ക്, സിസേഴ്സ്, കൗണ്ടിങ് മെറ്റീരിയൽസ്, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും കയ്യിൽ വെക്കുക. ഹുക്കിൻ്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലും മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ്. ഹുക്കിൻ്റെ ഒക്കെ സെറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ സ്റ്റീലൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. പെട്ടെന്ന് കേട് വരാത്ത ടൈപ്പ് വാങ്ങിക്കുക. പിന്നെ കുറച്ചും കൂടി പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും. നമുക്ക് നല്ല പിടുത്തം കിട്ടുന്ന ടൈപ്പ് ആണെങ്കിൽ പഠിക്കാനും എളുപ്പമായിരിക്കും. അപ്പം അതൊക്കെ നോക്കിയിട്ട് നമ്മൾ യാൺ എടുക്കുക. ഇങ്ങനത്തെ വലിയ യാണുകളൊന്നും ഫസ്റ്റ് വാങ്ങിക്കണ്ട. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് നമുക്ക് പഠിച്ച് ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഓരോ യാണുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചൊക്കെയുള്ള പല ടൈപ്പ് ക്രോഷ്യേഴ്സും ചെയ്യാൻ പറ്റും. ഇനി ഓരോ യാണിനും ഓരോ യൂസസ് ഉണ്ട്. അത് പല സാധനങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അതിൽ വരുന്ന കുറച്ച് സാധനങ്ങൾ പറഞ്ഞു തരാം. ഫസ്റ്റ് നൂല് വാങ്ങിക്കുമ്പം എല്ലാവരും ലൈറ്റ് കളറായിട്ടുള്ള നൂല് മാത്രം വാങ്ങിക്കാം. യാണിൻ്റെ പല ടൈപ്സാണ്. വൂളൻ യാണ്, കാശ്മീരി, കോട്ടന്, അങ്ങനെ പല ടൈപ്പ് യാണുകളുണ്ട്. ചങ്കി യാണ്, ഇങ്ങനെ കുറേ ടൈപ്പ് യാണുകളുണ്ട്. അപ്പം ഞാനീ കാണിച്ചു തന്ന പലതിൻ്റെയും പേരുകളൊക്കെയാണ് ഇത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മുടെ ഓരോ യാണിൻ്റെയും, അതായത് നമ്മുടെ നൂലിൻ്റെ
ഓരോരോ സൈസുകൾ അതിൽ എഴുതിയിട്ട് കണ്ടോ. സൂപ്പർ ഫൈൻ ആയിട്ടുള്ളതാണ് 1, 2 ഫൈന്, 3 ലൈറ്റ്, 4 മീഡിയം, 5 ബൾക്കി, 6 സൂപ്പർ ബൾക്കി. ഇതിൽ ഓരോ ടൈപ്പ് യാണും എന്തിനൊക്കെ യൂസ് ചെയ്യാന്നുള്ളതും എഴുതിയിട്ടുണ്ട്. സൂപ്പർ ഫൈൻ ആണെങ്കിൽ സോക്സ്, ഫിംഗറിങ്, ബേബി പ്രോഡക്റ്റ്സ് ഒക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്യുക. ഫൈനായിട്ടുള്ളത് സ്പോർട്സ്, ബേബി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതുപോലെ തന്നെ ചങ്കി ആയിട്ടുള്ള 5 കണ്ടോ, ചങ്കി ക്രാഫ്റ്റ്സ്, റഗ്സ് അങ്ങനത്തെ ഒക്കെ നമുക്ക് നല്ല ഉണ്ടായിട്ടില്ല അമിഗ്യൂറിയൊക്കെ ഉണ്ടാക്കാൻ, വലിയ ടോയ്സ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഇത് വെച്ചിട്ട് അമിഗ്യൂറിമി എന്ന് പറഞ്ഞാൽ ടോയ്സ് പോലെ നമ്മൾ സ്റ്റഫ് ടോയ്സ് പോലെ ഉണ്ടാക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് അത്. ഇതിൽ നിറ്റ് കേക്ക് എന്ന് പറയുന്നത് നിറ്റിങ്ങിൻ്റെ നീഡിലിൻ്റെ സൈസാണ്. അതുപോലെ തന്നെ ക്രോഷറ്റ് കേക്ക് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്രോഷറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ നീഡിൽസിൻ്റെ സൈസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറെ കുറേ സൈസസും കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഓരോന്നും നമുക്ക് ഒപ്പം ചെയ്തു പോവാം. അപ്പം അതിൻ്റെ കൂടെ ഞാനെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കുറച്ച് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്കുകളാണ്. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇത് കംപ്ലീറ്റ് അല്ല. ഇങ്ങനത്തെ കീ ചെയിൻസ്, ഇതൊക്കെ കീ ചെയിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ കുറേ ഗാനി സ്ക്വയേഴ്സ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ബാഗ്, കാർഡിയൻസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പഠിക്കാനേ പറ്റുള്ളൂ. അപ്പം ആദ്യം ബേസിക്സ് തൊട്ട് തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് കൂടെ ഇരുന്നിട്ട് തന്നെ ഉണ്ടാക്കി പഠിക്കാം. എങ്ങനെ ഒരു പ്രൊജക്റ്റ്, ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്റ്റിച്ചസ് എങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുക, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ക്ലാസ് ഓരോ ദിവസവും ആഴ്ചയിൽ 2 ദിവസമായിരിക്കും വരിക. ആ ദിവസങ്ങളിൽ ക്ലാസ് കേൾക്കുക, അതുപോലെ തന്നെ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റായിട്ട് ഓരോ പ്രൊജക്റ്റും ചെയ്യാൻ കഴിയുള്ളൂ. വീഡിയോ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ദിവസത്തിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക അന്നത്തെ സ്റ്റിച്ച്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വരുന്ന വീഡിയോ കാണുക. എല്ലാം നോട്ട് ചെയ്തിട്ട് വെക്കുക. എന്തൊക്കെയാണോ അതിൽ കൊടുത്തിട്ടുള്ളത് അതെല്ലാം നോട്ട് ചെയ്തിട്ട് വെക്കുക. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും കയ്യിലുണ്ടായിരിക്കണം. പിന്നെ എപ്പോഴെങ്കിലും നമ്മളത് ചെയ്യാൻ നോക്കുമ്പം, ഇപ്പം സ്റ്റിച്ചിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതെപ്പോഴും കിട്ടും. പക്ഷേ അതിൻ്റെ സിമ്പിൾസ്, അതിൻ്റെ പേരെന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മളെപ്പോഴും എഴുതി സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അത് എഴുതി സൂക്ഷിച്ചു വെക്കുക. ഇതുപോലെ ഒരുപാട് ക്രോഷ്യ സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രൊജക്ട്സൊക്കെ നമുക്ക് ഒപ്പം ചെയ്യാൻ പറ്റും. എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് എടുത്തിട്ട് ഷോർട്ടായിട്ടായിരിക്കും വീഡിയോസ് വരിക. വലിയ ലോങ് വീഡിയോസ് ആയിരിക്കില്ല. അപ്പം അത് നോക്കിയിട്ട് അതുപോലെ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്രോഷ്യയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ബേസിക് സ്റ്റിച്ച് മുതൽക്ക് എങ്ങനെ തുടങ്ങണം എന്നുള്ളത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ആക്കിയിട്ട് വെക്കുക. എന്നാലുള്ളൂ ക്ലാസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക. പറ്റുന്നതും ഓരോരോ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കേട്ടതിന് ശേഷം അതുപോലെ ഫോളോ ചെയ്തിട്ട് പോവുക. ഏറ്റവും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്രോഷ്യ പ്രോഡക്ട്സ്. നമുക്ക് വേണ്ട ഏത് ഡിസൈൻസും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം എടുത്താലും നമുക്ക് അതിൻ്റെ മോഡലും ഡിസൈനിങ്ങും എല്ലാം നമുക്ക് തന്നെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ക്രോഷറ്റിങ്. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.